പാട്ടുകൾ എനിക്ക് തോന്നുന്നത് ആ സിനിമയുടെ വിജയത്തിന് കുറച്ചും കൂടി പുഷ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ വിജയത്തിന് വേണ്ടി. കനവ് എന്നുള്ള സിനിമയിൽ അതിൽ പരിക്കൻ കഥാപാത്രങ്ങളാണ് ലാലും അഭിനയിച്ചത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ത്രീ കഥാപാത്രം മഞ്ജു വാര്യരാണ്. മഞ്ജു വാര്യർ ഏറ്റവും ശക്തമായ കഥാപാത്രങ്ങളൊന്നാണ് കന്മത്തിൽ. അപ്പം അതിൽ പാട്ടുകൾ മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടുണ്ട് എന്നൊരു പാട്ട്, പിന്നെയുള്ളത് മൂവന്തി താഴ്വരയിൽ. അതിലേറ്റവും മനോഹരമായ വരികൾ ഗിരീഷിൻ്റെ വരികൾ. ഗിരീഷ് പുത്തഞ്ചേരി പലപ്പോഴും പറയാറുള്ളത് വയലാറിൻ്റെ വലിയ ആരാധകനാണ്. ഭാസ്കര മാഷോടും ഒരുപാട് ആരാധനയുള്ള ആളാണ്. ഇത് രണ്ടിൻ്റെയും നിന്നും എടുത്തിട്ടുള്ളൊരു പ്രത്യേക ശൈലിയാണ് ഗിരീഷ് പുത്തഞ്ചേരി രചനയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഗംഭീരമായ മൂവന്തി താഴ്വരയിൽ എന്നുള്ള പാട്ടിലെ ഗംഭീര കവിത്വം തുളുമ്പുന്ന വരികളാണ്. മൂവന്തി താഴ്വരയിൽ വെന്തുരുകും സൂര്യൻ മുന്നാഴിച്ചെങ്കനലായി നിന്നുലയിൽ വീഴുമ്പോൾ ഒരു തരിപ്പൊൻ തരിയായി നിൻ ഹൃദയം നീറുന്നു. നീലാവല പെയ്യാൽ നിന്നെ വിലോലമായി തലോടിടാം. നീലാവല പെയ്യാൽ നിന്നെ വിലോലമായി തലോടിടാം. ആരാരിരം മൂവന്തി താഴ്വരയിൽ വെന്തുരുകും സൂര്യൻ മുന്നാഴിച്ചെങ്കനലായി നിന്നുലയിൽ വീഴുമ്പോൾ. മോഹൻലാൽ എന്ന മഹാനടനും മഞ്ജു വാര്യരും കൂടെ ചേർന്ന് മത്സരിച്ച് അഭിനയിച്ച ഒരു സിനിമയാണ് കന്മത. അതിലെ മൂവന്തി താഴ്വരയിൽ മനോഹരമായിട്ടുള്ള പാട്ട്, അതിൻ്റെ പ്രത്യേകത ഓർക്കസ്ട്രേഷനിൽ റിതം അപ്ലൈ ചെയ്തിരിക്കുന്ന ഒരു മൃദംഗവും തബലയും മാറി മാറി. എനിക്ക് തോന്നുന്നത് ആ കുന്നും ചെരുവും മലയും താഴ്വാരും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു വിഷ്വലാണത് അതിനകത്ത്. അപ്പോൾ അതുമായിട്ടൊക്കെ ചേർന്ന രീതിയിൽ മനഃപൂർവ്വമായിട്ട് ചെയ്ത ഒരു വേരിയേഷൻസാണ് മ്യൂസിക്കലി എന്നെനിക്ക് തോന്നുന്നു. ആ പാട്ട് കേൾക്കുമ്പോൾ അങ്ങനെയാണ് തോന്നുന്നത്, വിഷ്വലും കൂടെ കാണുമ്പോൾ. മനസ്സിലെ മൺകൂടിനുള്ളിൽ മയങ്ങുന്ന പൊൻവീണയാക്കാം. ഒരു മുളം തണ്ടായി നിൻ ചുണ്ടത്തെ നോവുന്ന പാട്ടിന്റെ ഈണങ്ങൾ ഞാൻ ഏറ്റുവാങ്ങാം. ഒരു കുളിത്താരാട്ടായി നീ വാർക്കും കണ്ണീരിൽ കാണാപ്പൂമുത്തെല്ലാം എന്നുള്ളിൽ കോർക്കാം. മൂവന്തി താഴ്വരയിൽ വെന്തുരുകും സൂര്യൻ മുന്നാഴിച്ചെങ്കനലായി നിന്നുലയിൽ വീഴുമ്പോൾ. ലോഹിയുടെ അരണ്യങ്ങളുടെ വീട് എന്നുള്ള സിനിമ പലപ്പോഴും നമുക്ക് നമ്മുടെ ഒരു അതുവരെ ഉണ്ടായിരുന്ന ലോഹി സിനിമകൾ, അങ്ങനത്തെ സിനിമകളിലൊക്കെ ഉണ്ടായിരുന്നൊരു കഥാപാത്രങ്ങളുടെയും അന്തരീക്ഷത്തിൻ്റെ ഒരു സങ്കല്പം ഒന്ന് ബ്രേക്ക് ചെയ്തിട്ടുണ്ട് ലോഹി. ബ്രേക്ക് ചെയ്തെന്ന് വെച്ചാൽ കഥാപാത്രം രവി എന്ന കഥാപാത്രമാണ് മമ്മൂക്ക ചെയ്ത വേഷം. അയാൾ നോർത്ത് ഇന്ത്യയിൽ നിന്ന് കുട്ടികളായിട്ട്, കാരണം നോർത്ത് ഇന്ത്യയിൽ വെച്ചൊരു ഫാക്ടറിയിൽ അയാളുടെ ഒരു സഹപ്രവർത്തകൻ പെട്ടെന്ന് മരിക്കുകയും അയാൾക്ക് ഉറ്റവരാരും ഇല്ലയെന്ന് തിരിച്ചറിയുകയും ചെയ്തപ്പോൾ അയാൾ എപ്പോഴോ ബാല്യകാലം കൗമാരപ്രായത്തിൽ നാട് വിട്ടു പോകുന്ന അയാൾ തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ മക്കളോട് അയാൾ പറയുന്നുണ്ട്, സ്നേഹത്തിനൊക്കെ അരണ്യങ്ങളായിട്ടാണ് ലോഹി. അതാണ് അരണ്യങ്ങളോട് സ്നേഹമുള്ള വീട്ടിലേക്ക് നമ്മളെ മുത്തശ്ശിയുണ്ട്. ഒരുപാട് പ്രതീക്ഷകളുമായിട്ട് അയാൾ നാട്ടിൽ വന്നിറങ്ങുന്നത്. പക്ഷേ ലോഹിയുടെ കഥാപാത്രങ്ങൾ ഇന്നത്തെ ഞാൻ പറഞ്ഞ പോലെ നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം എന്നാണ് പറയുക. പക്ഷേ ആ നേരെ ഓപ്പോസിറ്റാണ് ഈ സിനിമയിലെ കഥാപാത്രങ്ങൾ. അതിൻ്റെ സംഗീതം രവീന്ദ്ര മാഷാണ്, ഗിരീഷ് പുത്തഞ്ചേരിയാണ് വരികൾ. അതിൽ ഗായത്രി എന്ന പ്രതിഭാധീനയായ ഗായികയെ മലയാള സിനിമയ്ക്ക് സംഭാവന ചെയ്ത ചിത്രം കൂടിയാണത്. ദീനദയാലു രാമ എന്ന് പറയുന്ന മനോഹരമായ ഗാനമാണ്. ദീനദയാലോ രാമ ജയ സീതാവല്ലഭ രാമ. ദീനദയാലോ രാമ ജയ സീതാവല്ലഭ രാമ.
श्रुतजनपालक रघुपति राघव श्रुतजनपालक रघुपति राघव पीताम्बरधर पावन राम दीनदयालु रामा जय सीता वल्लभ रामा ആ സിനിമയിൽ ആ പാട്ട് വളരെ ഇയാളെ വീടുമായിട്ട് ഇഴുകി ചേരുന്നതാണ് അതിൻ്റെ ഒരു കണ്ടൻറ് എന്ന് പറയുന്നത്, അതിൻ്റെ കഥ, ഈ പാട്ടിൻ്റെ. അത് വളരെ ഭംഗിയായി രാമൻ്റെ പിന്നാലെ മൈഥിലി നടന്നു പോകുന്ന ഷോട്ട് പോലും അതിലുണ്ട്. ഈ മമ്മൂക്ക നടക്കുന്നതിൻ്റെ പിന്നാലെ ലക്ഷ്മി ഗോപാലസ്വാമി, ആ സോങ്ങിൽ വിഷ്വലൈസേഷൻ വളരെ നന്നായി ചിത്രീകരിച്ച ഒരു സോങ്ങാണ്. കൗസല്യാത്മജ നീ തൊടുമ്പോൾ ശിലയും അകലയായി മാറുന്നു. കൗസല്യാത്മജ നീ തൊടുമ്പോൾ ശിലയും അകലയായി മാറുന്നു. ശിലി പരിപാലക ക്ഷിതി പരിപാലക നിന്നെ ഭജിച്ചാൽ ഭവദുരിതങ്ങൾ തീർന്നൊഴിയുന്നു. രാമ ഹരേ ജയ രാമ ഹരേ രാമ ഹരേ ജയ രാമ ഹരേ ദീനദയാലു രാമ ജയ സീതാ വല്ലഭ രാമ. രവീന്ദ്രൻ മാസ്റ്ററും ലോഹിയേട്ടനും ചേർന്ന് ഉള്ള ആ കൂട്ടുകെട്ടിൽ ഒരുപാട് നല്ല ഗാനങ്ങൾ പിറന്നിട്ടുണ്ടെന്ന് നമുക്കറിയാം. അതിൽ മറ്റൊരു ഗാനമാണ് മനസ്സിൻ മണിച്ചിമിഴിൽ എന്ന ഒരു ഗാനം. വരികളുടെ എന്താ പറയുക ഡെപ്ത് കൊണ്ടും രവീന്ദ്രൻ മാസ്റ്ററുടെ ആ മാസ്മരിക സംഗീതത്തിൻ്റെ ശക്തി കൊണ്ടും എനിക്ക് തോന്നുന്നു വളരെ ടോട്ടൽ സോങ് തന്നെ എന്താ പറയുക ഒരു വളരെ ഡെപ്തുള്ള സോങ്ങും നമുക്ക് കേൾക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു ഫീല് തരുന്നൊരു ഗാനമാണ് മനസ്സിൻ മണിച്ചിമിഴിൽ. മറ്റൊരു കാര്യം എനിക്ക് തോന്നുന്നു, ഇത് സാധാരണ നമ്മൾ ഗാനമേളയ്ക്ക് അധികം പാടിയിട്ടില്ല. അതെനിക്ക് തോന്നുന്നു എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് പാടി ഫലിപ്പിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം രവീന്ദ്രൻ മാസ്റ്ററുടെ കമ്പോസിങ് സ്റ്റൈൽ അറിയാം, 2 റേഞ്ചും ദാസേട്ടൻ്റെ മാക്സിമം എന്താ പറയുക യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് മാഷയുടെ കർത്തവ്യം. ആ രീതിയിൽ 2 റേഞ്ചും മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുള്ളൊരു പാട്ടാണ് ഈ ഗാനം. അതുകൊണ്ട് തന്നെ ഇത് ഒറ്റയ്ക്കൊരു സ്റ്റേജിൽ പാടുക എന്ന് പറയുകയാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. എനിക്ക് തോന്നുന്നു ഈ കൂട്ടുകെട്ടിലെ വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് സോങ്സ് എന്ന് വേണമെങ്കിൽ പറയാം മനസ്സിൻ മണിച്ചിമിഴിൽ. മനസ്സിൻ മണിച്ചിമിഴിൽ പനിനീർത്തുള്ളിപ്പോ വെറുതെ പെയ്തു നിറയും രാത്രി മഴയാ ഓർമ്മകൾ. മനസ്സിൻ മണിച്ചിമിഴിൽ പനിനീർത്തുള്ളിപ്പോ വേറുതെ പെയ്തു നിറയും രാത്രി മഴയാം ഓർമ്മകൾ. മനസ്സിൻ മണിച്ചിമിഴിൽ